രണ്ടാം പിണറായി സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. പറഞ്ഞ വാഗ്ദാനങ്ങൾ പലതും പാലിച്ചില്ല. കേന്ദ്ര സഹായം കിട്ടുന്നില്ലെന്ന പതിവ് പല്ലവി നിർത്തണം. പാർട്ടിയുടെ തെറ്റുതിരുത്തൽ പ്രക്രിയകൾ സമ്മേളനത്തിലെ പ്രഖ്യാപനം മാത്രമെന്നും പ്രതിനിധികൾ വിമർശിച്ചു. മുഖ്യമന്ത്രി നാളെ സമ്മേളനത്തിൽ പങ്കെടുക്കും. അൽ അമീൻ ചേരുന്നു നമുക്കൊപ്പം കൊല്ലത്ത് നിന്ന്. അൽ അമീൻ, പാർട്ടി സമ്മേളനത്തിൽ സർക്കാരിന്റെ പെർഫോമൻസ് മോശമാകുന്നു എന്ന തുറന്ന വിമർശനത്തിലേക്ക് പോവുകയാണോ പ്രതിനിധികൾ? സുജയ, സംസ്ഥാന സർക്കാരിനെതിരെയും CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വലിയ വിമർശനമാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഇന്നും ഇന്നലെയുമായി നടന്ന ചർച്ചകളിൽ ഉയർന്നു വന്നത്. പ്രധാനമായും പറയുന്നത് സർക്കാരിന്റെ പ്രവർത്തനം അത് ജനകീയമാകുന്നില്ല എന്നുള്ളതാണ്. ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ അലംഭാവം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തുടർഭരണത്തിന്റെ ഒരു ആലസ്യം അതെല്ലാ തലത്തിലും ബാധിച്ചിട്ടുണ്ട്. നേരത്തെ നേതൃത്വം വിലയിരുത്തിയിരുന്നു. അതുകൂടി ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലൊരു വിമർശനമാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രശ്നം ഉൾപ്പെടെ നേതൃത്വത്തിന്റെ വീഴ്ചയും അതുപോലെ തന്നെ തുടർഭരണത്തിന് അപാകതകളും മൂലമുണ്ടായ ഒരു വിഷയമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. നേതൃത്വം ആ ചർച്ചകൾക്ക് അല്പസമയത്തിനകം മറുപടി നൽകുകയും ചെയ്യും. നാളെ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിനിധി സമ്മേളനത്തെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രവർത്തനവും ആദ്യത്തെ ജില്ലാ സമ്മേളനത്തിൽ തന്നെ സർക്കാരിനെതിരെയും നേതൃത്വത്തിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അതിനെന്തെങ്കിലും മറുപടി അത് പരോക്ഷമായോ പ്രത്യക്ഷമായോ മുഖ്യമന്ത്രി നൽകുമോ എന്നുള്ളതും പ്രധാനമാണ്. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിലെ വിഷയത്തിൽ ജില്ലാ നേതൃത്വത്തിനടക്കം വലിയ വീഴ്ച ഉണ്ടായി എന്നതടക്കമുള്ള വിമർശനങ്ങൾ പല ഏരിയ തലങ്ങളിൽ നിന്നുള്ള നേതാക്കളും ഉയർത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനം. നാളെ വൈകുന്നേരത്തോടു കൂടി കൊല്ലം ജില്ലാ സമ്മേളനം സമാപിക്കുകയും ചെയ്യും. സുജയതരം ആദ്യത്തെ 2 ദിവസം ഇന്നും ഇന്നലെയുമായി നടന്ന ചർച്ചകളിൽ സർക്കാരിനെയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തെയും വിമർശിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. സുജയ, അൽ അമീനാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.